നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അർജന്റീൻ ഫുട്ബോൾ ടീം കേരളത്തിൽ വന്ന് കളിക്കുന്നു, കളിക്കാൻ പോകുന്നു, ഇതാ ഇപ്പോൾ കളിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വാർത്തകൾ നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട്. നമ്മുടെ മന്ത്രി തന്നെ, കായിക മന്ത്രി തന്നെ അതുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിൽ പല അപ്ഡേറ്റുകൾ തന്നിട്ടുമുണ്ട്. പിന്നെയുള്ള ചോദ്യം 2025 അർജന്റീന കേരളത്തിൽ വരുമോ എന്നുള്ളതാണ്. കഴിഞ്ഞല്ലോ, 2024 കഴിഞ്ഞു. ഇനി രണ്ട് ദിവസങ്ങൾ, നാളെയും മറ്റന്നാളും കൂടി കഴിഞ്ഞാൽ പിന്നെ 2025. അപ്പോൾ 2025 എന്തൊക്കെയാണ് അർജന്റീനയുടെ പ്ലാൻ, അർജന്റീനയുടെ മത്സരങ്ങൾ ആരോടൊക്കെയാണ്? ഷെഡ്യൂൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. പ്രധാനമായും വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളുണ്ട്. ലാറ്റിൻ അമേരിക്കൻ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ, ഇനിയുള്ള അധികം ഫിഫ ഡേറ്റുകളിലും ആ മത്സരങ്ങൾ തന്നെയാണ് കളിക്കാനുള്ളത്. നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. മാർച്ച് 2025 ഇനി 2025 മാർച്ചിലാണ് ഇനി ഫിഫ ഡേറ്റ് ഉള്ളത്. അപ്പോൾ അതിനിടയിൽ പിന്നെ വേറെ കളികളൊന്നും ഇല്ല. ജനുവരിയിലും ഫെബ്രുവരിയിലും അന്താരാഷ്ട്ര മത്സരങ്ങളില്ല. ഇതൊക്കെ ഫുട്ബോളിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ മാർച്ച് 2025, ഇപ്പോൾ മുമ്പ് അർജന്റീന കേരളത്തിലേക്ക് എന്നുള്ള വാർത്ത കൊടുത്ത സമയത്ത് ഒരു മാധ്യമം കൊടുത്തതെന്ന് വെറുതെ ഓർമ്മിക്കുകയാണ്. 2025 മാർച്ച് വരെ അർജന്റീനക്ക് മത്സരങ്ങളില്ല, അപ്പോൾ അതിനിടയ്ക്കുള്ള സമയത്ത് കേരളത്തിലേക്ക് വന്നേക്കുമെന്ന തരത്തിൽ എന്തൊക്കെയാണ് ഇവർ പടച്ചു വിടുന്നത് എന്നുള്ളതാണ്. കാരണം 2025 മാർച്ച് വരെ മത്സരങ്ങളില്ല എന്ന് പറഞ്ഞാൽ ഫിഫ ഡേറ്റ് അങ്ങനെയാണോ? ഫിഫ ഡേറ്റിൽ എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ്. ജനുവരിയിലും ഫെബ്രുവരിയിലും മത്സരങ്ങൾ ഉണ്ടാവാറില്ല. വല്ലപ്പോഴും AFC ഏഷ്യൻ കപ്പോ അല്ലെങ്കിൽ നമ്മുടെ ആഫ്രിക്കൻ നേഷൻസ് കപ്പോ ഒക്കെ നടക്കാറുണ്ട് എന്നല്ലാതെ ഈ മാസങ്ങളിലൊന്നും അർജന്റീനക്കും ബ്രസീലിനും ഒന്നും അല്ലെങ്കിലും മത്സരങ്ങൾ ഉണ്ടാവാറില്ലെന്നേ. ഇതറിയാത്ത എന്തായാലും കളി ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാമല്ലോ. അത്രയേ ഉള്ളൂ കാര്യം. അപ്പം മാർച്ചിലാണ് ഇനി അർജന്റീനയുടെ അടുത്ത മത്സരമുള്ളത്. സാധാരണ അങ്ങനെ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. മാർച്ചിൽ അർജന്റീനയ്ക്ക് ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരമാണ്. മാർച്ച് 20 ഉറുഗ്വായുമായിട്ടാണ് അർജന്റീനയുടെ കളി. മാർച്ച് 25 അർജന്റീന വേഴ്സസ് ബ്രസീൽ മത്സരമുണ്ട്. ഈ രണ്ട് മത്സരങ്ങളാണ് മാർച്ച് മാസത്തിൽ അർജന്റീനയ്ക്കുള്ളത്. പിന്നെ ഫിഫ ഡേറ്റ് ഉള്ളത് ഇനി ഏപ്രിൽ വരെ വീണ്ടും സമയമുണ്ടെന്ന് പറഞ്ഞു വരണ്ട. ഏപ്രിലിൽ കളിയില്ല. ഏപ്രിലും മെയ്യിലും ഫിഫ ഡേറ്റ് ഇല്ല. പിന്നെ ഫിഫ ഡേറ്റ് ഉള്ളത് ജൂണിലാണ്. ജൂൺ മാസത്തിൽ അർജന്റീനയ്ക്ക് 2 വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ. അർജന്റീന വേഴ്സസ് ചിലി മത്സരം ജൂൺ 4, അർജന്റീന വേഴ്സസ് കൊളംബിയ മത്സരം ജൂൺ 9. ജൂണ് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് ഫിഫ ഡേറ്റ് ഉണ്ടാവുക? കളി പിന്തുടരുന്ന എല്ലാവർക്കും അറിയാം. പിന്നെ ഉണ്ടാവുക സെപ്റ്റംബറിലാണ്. അപ്പോൾ ജൂലൈ ഓഗസ്റ്റ് സമയമുണ്ടല്ലോ ഇങ്ങോട്ടേക്ക് വരാൻ എന്ന് പറഞ്ഞു വരണ്ട. അപ്പോൾ സെപ്റ്റംബറിലാണ് പിന്നെ ഫിഫ ഡേറ്റ് ഉണ്ടാവുക. സെപ്റ്റംബറിൽ അർജന്റീന വേഴ്സസ് വെനിസ്വേല മത്സരം, അത് കോൺമബോൾ വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ മാച്ച് ഡേ 17 സെപ്റ്റംബർ 9 കളി. പിന്നെ അവസാനത്തെ മാച്ച് ഡേ 18, വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അവസാനത്തെ മാച്ച് ഡേ 18 സെപ്റ്റംബർ 14 ഇക്വഡോർ വേഴ്സസ് അർജന്റീന മത്സരം കഴിഞ്ഞു. വേൾഡ് കപ്പ് ക്വാളിഫയർ കഴിഞ്ഞു. പിന്നെ ഒക്ടോബറിലും നവംബറിലും രണ്ട് വീതം ഫിഫ ഡേറ്റുകളുണ്ട്. അവിടെയാണ് ഇനി സാധ്യതയുള്ളത്. അർജന്റീന ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിക്കാൻ പോകുന്നത് 2025 ഒക്ടോബറിലും 2025 നവംബറിലുമാണ്. 2025 ഒക്ടോബറിൽ ഫിഫയുടെ ഡേറ്റ് പ്രകാരം ഒക്ടോബർ 6 മുതൽ ഒക്ടോബർ 14 വരെ സമയമുണ്ട്. ആ സമയത്ത് ഒന്നിലധികം ഓപ്പണൻസിനോട് അർജന്റീനയ്ക്ക് കളിക്കാം. അപ്പം ഇതുവരെ ഓപ്പണൻസ് ആരാണ് എന്ന് കൺഫേം ചെയ്തിട്ടില്ല. അതായത് കേരളത്തിലേക്ക് വരുമെന്നോ ഓപ്പണൻസ് ആരാണെന്നോ ഒന്നും കൺഫേം ചെയ്തിട്ടില്ല. നവംബറിലും അങ്ങനെ തന്നെ. നവംബർ 10 മുതൽ 18 വരെ 2 മത്സരങ്ങൾ കളിക്കാനുള്ള സ്ലോട്ടുണ്ട്. വിത്തൗട്ട് കൺഫേംഡ് ഓപ്പണന്റ് അർജന്റീന ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിക്കും ഫിഫ ഡേറ്റ് അനുസരിച്ച്. പക്ഷേ ഓപ്പണൻസ് കൺഫേം ചെയ്തിട്ടില്ല. ഇത് അർജന്റീനയിലെ മാധ്യമം TYC സ്പോർട്സിന്റെ റിപ്പോർട്ടാണ്. അപ്പോൾ 2 സ്ലോട്ടുകൾ അവിടെയുണ്ട്. 2 സ്ലോട്ട് എന്ന് പറഞ്ഞാൽ 2 മാസത്തെ സ്ലോട്ടുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ 4 മത്സരങ്ങൾ മിനിമം വേണമെങ്കിൽ കളിക്കാനുള്ള, ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിക്കാനുള്ള അവസരമുണ്ട്. 2025 ഒക്ടോബറിലും നവംബറിലുമായിട്ട്. ആ സമയത്ത് അർജന്റീന വരുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എത്താം.